നമ്മൾ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കും അങ്ങോട്ട്. ഇനി നമ്മുടെ റൂം ബുക്ക് ചെയ്തേക്കുന്നത് റാംബ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരമുണ്ട്. ഞാൻ വല്ല ടാസ്കി വിളിച്ചാലോ എന്ന് ആലോചിക്കാം. ടാസ്കി ഹയർ ചെയ്യണോ അതോ നടന്നു പോകണോ എന്ന് വഴി ചെന്നിട്ട് നോക്കാം. കേട്ടോ, നല്ല കാറ്റുണ്ട്, അതേപോലെ നല്ല തിരമാലയാണ്. അടിച്ച് കയറി നോക്കി, അടിച്ച് കയറി വാ. എന്തോ വല്ലാത്തൊരു ഹാപ്പിനെസ് കേട്ടോ ഈ രാവിലെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ. ആകെ ഒരു കോലം കേട്ടോ. അധികം വലിയ ഉറക്കമൊന്നും ഉറങ്ങിയില്ല. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇനി റൂമിൽ ചെന്നിട്ട് വേണം ഒന്ന് സുഖമായി നിദ്ര പ്രാപിക്കാൻ. വലിയ സുഖമായിട്ട് അങ്ങ് ഉറങ്ങാൻ പറ്റിയില്ല. കുറെ കടന്നു, കുറെ നേരം കടന്നിട്ട് ഉറക്കൊന്നും. ഒരു ചേട്ടൻ വന്ന് എന്തോ ചോദിച്ചു, പക്ഷെ ചോദിച്ചതിനാന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ വന്ന ബോട്ട് ഏതാന്നാണ് ചോദിച്ചത്. ജസ്റ്റ് ഒരു ടാസ്കി വരുന്നു. ടാസ്കി ഹെയർ ചെയ്യണം. വേണ്ട, ലെറ്റ്സ് വാക്ക്. ഓക്കെ. രണ്ട് വഴിയുണ്ടല്ലോ, പിന്നെ ഏത് വഴി പോകണം? ഈ വഴി പോകാം. പുള്ളി എന്നോട് ചോദിച്ചത് എന്നാന്ന് എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് വന്ന ബോട്ട് ഏതാന്നാണ് ചോദിച്ചത്. ചോദിച്ചു. എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക, എനിക്ക് കിട്ടിയില്ല, പേര് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്തോ ബാ കൂട്ടിയെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ബഹാ വരെ കിട്ടിയുള്ളൂ. ബഹാദേറു അങ്ങനെ കണ്ട സംഭവം പേര്. ബഹാന്ന് വരെ പറഞ്ഞു. പുള്ളി ചോദിച്ചു ബഹാദേറു യാ എന്ന്. ഞാൻ പറഞ്ഞു യാ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാലോ, കരിവാളിച്ചു പോയി. ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാക്കി കണ്ടിന്യൂസ് ചെയ്തുതരാം. ഇപ്പോൾ കുറച്ചു നേരം ഫ്രീ ആയിട്ട് നടക്കട്ടെ. ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് നടന്നാലേ ഫോൺ ആരെങ്കിലും പറിച്ചു കൊണ്ടുപോയാലേ. ഇതിലൊരാൾക്കാരില്ല. നമ്മുടെ സാർമാരൊക്കെ റൂമിൽ നിന്ന് ലോഡ്ജിങ് ഐലൻഡിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ഉപദേശമായിരുന്നു. കാരണം ഉപദേശിക്കുന്നത് നല്ലതാണ്. എനിക്കത്ര വലിയ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഉപദേശിച്ചാലേ നന്നാകത്തുള്ളൂ. എന്നോട് പറഞ്ഞ് അയ്യോ ഈ ഗേറ്റ് ക്ലോസ് ആണല്ലോ, അപ്പം ഞാൻ ഇതിലെങ്ങനെ പോകുന്നു. എന്നോട് പറഞ്ഞ് ഫോൺ എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കരുത്. ഫോണൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ്. ഇച്ചിരി കള്ളന്മാർ കൂടുതലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു മാലേ ആയിരിക്കണം. ഈയിടെ എൻ്റെ കൂടെ വന്നൊരു ടീച്ചറുണ്ട്. അവർ ഫാമിലി ആയിട്ട് ടീച്ചറുടെ ഹസ്ബൻഡും പിള്ളേരും എല്ലാം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അവർ 40,000 രൂപ, ഇന്ത്യൻ റുപ്പീസ് 40,000 രൂപ ആരോ എടുത്തോണ്ട് പോയി. ആരാതൊരു പിടുത്തമില്ല. ഒരു സ്മാർട്ട് വാച്ച്, അതേപോലെ ഇത്ര എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2-3 years ബിഫോർ. പുള്ളി പറഞ്ഞു ഇത്ര നെറികെട്ട ഒരാൾക്കാർ ഇല്ലാന്ന്. വെറും ചെറ്റയാളാന്ന് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരെ. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്നോട് നമ്മുടെ ഐലൻഡിൽ സാർമാരെല്ലാം പറഞ്ഞത് ഇതാണ്. ഞാനെപ്പോഴും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൈ പിടിച്ചോണ്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തോണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടോ നടക്കുന്നത്. എന്നെ പറഞ്ഞു അത് മാക്സിമം ഫോണ് എടുക്കാതിരിക്കുക. റൂമിൽ എത്തിയിട്ടോ അല്ലെങ്കിൽ ടാക്സിയിൽ എവിടെയെങ്കിലും കയറിയിട്ട് സേഫ് ആണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഫോൺ എടുക്കുക. കാരണം ഇവിടെ കള്ളന്മാർ ഇഷ്ടം പോലെ ആണ്. ഫോണൊക്കെ എടുത്തോണ്ട് പോകും, പിന്നെ കിട്ടത്തില്ല. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും കാര്യമില്ല. സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻറ്റ് ചെയ്താൽ അവർ തന്നെയാണ് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ കൈ ഒഴിയുന്നു. എന്താ ചെയ്യാനാന്ന് പറയണം. ഓക്കെ, ഇപ്പം ഞാൻ റൂമിലെത്തി കഴിഞ്ഞിട്ട് റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. See you.